ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മറൈൻ ഫോർഡ് ആർക്കിനെ പറ്റി സംസാരിക്കാമെന്ന് വെച്ചു. വൺ പീസിൽ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആർക്കുകളിൽ ഒന്നാണ് മറൈൻ ഫോർഡ് എന്നത്. എനിക്ക് മാത്രമാവില്ല, പകരം വൺ പീസ് കണ്ടു തുടങ്ങിയ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആർക്ക് തന്നെയാവും മറൈൻ ഫോർഡ് എന്നത്. ഈ ഒരു ആർക്കിലൂടെ നമ്മൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രണ്ട് ലെജൻഡറി കഥാപാത്രങ്ങളെയാണ് അന്ന് നമുക്ക് നഷ്ടമായത്. ഒരുപക്ഷെ വൺ പീസിലെ 500 മക്കളും ആരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉണ്ടാകൂ, അത് വൈറ്റ് ബീർഡും സംഘവും തന്നെയാവും. വേൾഡിലെ സ്ട്രോങ്സ്റ്റ് മാൻ എന്ന് എല്ലാവരും വിശേഷിപ്പിച്ച മനുഷ്യൻ, തന്റെ കഠിനാധ്വാനം മൂലം വൈറ്റ് ബീർഡ് എന്ന പൈററ്റ് ക്രൂവിന് തുടക്കം കുറിച്ച മനുഷ്യൻ, കടലിൽ അനാഥരായ ഒരുപാട് അനാഥർക്ക് സ്വന്തം പിതാവായി മാറിയ മനുഷ്യൻ, പണമോ പ്രശസ്തിയോ തുടങ്ങി ഒന്നിനോടും യാതൊരു മോഹവുമില്ലാത്ത മനുഷ്യൻ. ഇങ്ങനെ ഈ മനുഷ്യനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായി വരും. ഈ ഒരു ഒറ്റ വ്യക്തിയെ മാത്രം നേരിടാൻ ഏകദേശം 1,00,000 പോരുന്ന മറൈൻ എലൈറ്റ് ട്രൂപ്സും വൈസ് അഡ്മിറൽസ്, 3 അഡ്മിറൽസ്, 7 വാർലോഡ്സ് തുടങ്ങി ഒരു വലിയ പട തന്നെ മറൈൻ ഫോർഡിൽ അന്ന് ഒത്തുകൂടിയിരുന്നു. വാർദ്ധക്യത്തിന്റെ അവശത മൂലവും തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന രോഗത്തിൽ നിന്നോ മുക്തി നേടാത്ത ആ മനുഷ്യൻ തന്റെ മകനെ പോലെ സ്നേഹിച്ച എയ്സിനെ തന്റെ ജീവൻ നൽകിയും സംരക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ അന്ന് ആ ഒരു യുദ്ധക്കളത്തിൽ അക്കൈനു, ബ്ലാക്ക് ബീർഡ് തുടങ്ങിയവർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നീ ക്രൂ ഗ്രാൻഡ് ലൈനിൽ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എനിവേ, ഇന്ന് മറൈൻ ഫോർഡ് വാർ ഉണ്ടാകാനുള്ള ട്രിഗർ പ്ലോട്ട് എന്നും മറൈൻ ഫോർഡ് വാറിന്റെ പശ്ചാത്തലവുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. വൈറ്റ് ബീർഡ് പൈററ്റ്സിൽ തന്നെ ജോലി ചെയ്തിരുന്ന മാർഷൽ ഡി ടീച്ച് എന്ന വ്യക്തി സ്വന്തം ക്രൂ മെമ്പേഴ്സിൽ ഒരാളായ താജിനെ കൊലപ്പെടുത്തി യാമി യാമി നോമി എന്ന ഡെവിൾ ഫ്രൂട്ടുമായി കടന്നു കളയുന്നതിലൂടെയാണ് ഈ ഒരു വാറിലേക്ക് എത്താനുള്ള മെയിൻ റീസിന്റെ തുടക്കം. ടീച്ചിനെ അന്വേഷിച്ചിറങ്ങിയ എയ്സിന് ബനാറോ ഐലൻഡിൽ വെച്ച് അയാളെ കണ്ടെത്താൻ സാധിച്ചു. എന്നാൽ ഡാർക്ക് ഫ്രൂട്ടിന്റെ ശക്തി മറ്റുള്ള ഡെവിൾ ഫ്രൂട്ടുകളെ നള്ളിഫൈ ചെയ്യുന്നതായതിനാൽ എയ്സിന്റെ ഫ്ലെയിമിന് ടീച്ചിനെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. ടീച്ചിനാൽ പരാജിതനായ എയ്സിനെ മറൈൻസ് ക്യാപ്ചർ ചെയ്യുന്നതിലൂടെ വലിയൊരു യുദ്ധത്തിന് തന്നെ മറൈൻസ് കാഹളം മുഴക്കുകയായിരുന്നു. വേൾഡിലെ ടോപ്പ് പൈററ്റ്സുകളെയും നൊട്ടോറിയസ് ക്രിമിനൽസുകളെയെല്ലാം തടവിൽ പാർപ്പിക്കുന്ന ടോപ്പ് സീക്രട്ട് അണ്ടർ വാട്ടർ പ്രിസൺ ആയിട്ടുള്ള ഇംബിൾ ഡൗണിലേക്കാണ് എയ്സിനെ അന്ന് അവർ കൊണ്ടുപോയത്. എയ്സിനെ ക്യാപ്ചർ ചെയ്ത വിവരം ഗാർ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് സത്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പകരം ഇംബിൾ ഡൗണിൽ വന്ന് എയ്സിനെ കാണാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുള്ളൂ. സബോഡിയിലുണ്ടായ കൂമയുമായിട്ടുള്ള ഫൈറ്റിൽ കൂമ അവരേവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ഡിഫറന്റ് ആയിട്ടുള്ള ഐലൻഡുകളിലേക്ക് അവരെ അയച്ചിരുന്നു. ആമസോൺ ലില്ലിയിൽ എത്തിപ്പെട്ട ലൂഫി പത്രത്തിലൂടെ എയ്സിനെ ക്യാപ്ചർ ചെയ്ത വിവരം മനസ്സിലാക്കി. അതിലൂടെ അന്നത്തെ 7 വാർലോഡിൽ ഒരാളായിരുന്ന കുജ പൈററ്റ്സിന്റെ ലേഡി എംപ്രസ് ആയിരുന്ന ബോവ ഹാങ്കോക്കിന്റെ സഹായത്തോടെ ഇംബിൾ ഡൗണിലേക്ക് എത്തിയെങ്കിലും എയ്സിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ലൂഫി അവിടേക്ക് എത്തുന്നതിന് മുമ്പ് എയ്സിനെ അവർ എക്സിക്യൂഷൻ സ്കഫോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. മറൈൻ ഫോർഡ് വാർ തുടങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പാണ് വൈറ്റ് ബീർഡും അദ്ദേഹത്തിന്റെ ക്രൂവും അവിടെ എത്തിയത്. അദ്ദേഹത്തിനൊപ്പം തന്റെ 43 അലൈഡ് പൈററ്റ്സിനെയും കൂട്ടിക്കൊണ്ടായിരുന്നു വാറിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത്. അന്നത്തെ ഫ്ലീറ്റ് അഡ്മിറൽ സെങ്കോക്കുവിന്റെ നേതൃത്വത്തിൽ ഏകദേശം 1,00,000 പോരുന്ന എലൈറ്റ് മറൈൻ ട്രൂപ്സിനെയും മറ്റു വൈസ് അഡ്മിറൽസിനെയും 3 അഡ്മിറൽസ് തുടങ്ങി 7 വാർലോഡ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പട തന്നെ മറൈൻ ഫോർഡിൽ ഒത്തുകൂടിയിരുന്നു. യുദ്ധം തുടങ്ങി ഏകദേശം 5 മണിക്കൂറിന് ശേഷമാണ് ലൂഫി മറൈൻ ഫോർഡിലേക്ക് എത്തുന്നത്. വൺ പീസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു പൈററ്റ്സിനും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു അവന്റെ അന്നത്തെ എൻട്രി. ആരാലും ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്ത ഇംബിൾ ഡൗണിൽ നിന്നും ലൂഫി, ഇവാൻകോബ്, ക്രോക്കഡൈൽ, ജിംബെ, ബഗ്ഗി തുടങ്ങി എല്ലാ പൈററ്റ്സുകളെയും രക്ഷപ്പെടുത്തിയത് മിസ്റ്റർ ക്യൂ എന്നറിയപ്പെട്ടിരുന്ന ബോൺകുരയുടെ സാക്രിഫൈസ് മൂലമാണ്. ജീവിതത്തിൽ ആദ്യമായി ഒരു എംബറിനെ അടുത്ത് കണ്ടിട്ടും ലൂഫി അവന്റെ സ്ഥിരം ഡയലോഗ് പറഞ്ഞുകൊണ്ട് എയ്സിനെ രക്ഷപ്പെടുത്താനായി വൈറ്റ് ബീർഡിന്റെ അടുത്ത് നിന്ന് പോകുന്നതും കാണാം. 100-ലധികം പോരുന്ന വൈറ്റ് ബീർഡ് പൈററ്റുകളും അവരുടെ സഖ്യകക്ഷികളിൽ പലരും എയ്സിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് മരണം വരിച്ചിരുന്നു. പൈററ്റ്സിനെ കോർണർ ചെയ്ത് ആക്രമിക്കാനുള്ള മറൈൻസിന്റെ ശ്രമത്തിൽ നിന്നും അവരെ എയ്സിനടുത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ഓഴ്സ് ജൂനിയർ ആയിരുന്നു. ഓഴ്സ് തന്റെ ജീവൻ നൽകിയാണ് ആ ഒരു ഗേറ്റ് അടയാതെ പൈററ്റ്സിന് വേണ്ടിയുള്ള എൻട്രി തുറന്നു കൊടുത്തത്. ഒരു ഘട്ടത്തിൽ എയ്സിന്റെ എക്സിക്യൂഷൻ നടക്കുമെന്നായപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ലൂഫിയുടെ കോൺകറേഴ്സ് ആക്കി അവേക്കിനാവുന്നതും കാണാം. ഒരുപക്ഷെ വൈറ്റ് ബീർഡ് അടക്കം എൻറ്റയർ വാർഫീൽഡും ലൂഫിയുടെ പൊട്ടൻഷ്യലിനെ വിശ്വസിക്കാൻ കാരണം തന്നെ ഈ ഒരൊറ്റ നിമിഷത്തിലായിരുന്നു. എന്നാൽ അഡ്മിറൽസുമായിട്ടുള്ള ഫൈറ്റിൽ പലതവണ ഔട്ട് ഓഫ് സ്ട്രെങ്ത് ആവുന്ന ലൂഫിയെ പിന്നീട് ഇവാൻകോവിന്റെ സഹായത്തോടെ വാർഫീൽഡിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും കാണാം. ഒരു സൈഡിൽ വലിയ യുദ്ധം നടക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ബഗ്ഗി അടക്കം മറ്റു പൈററ്റ്സുകളെല്ലാം IRL സ്ട്രീമിംഗ് പോലെ ആ ഒരു വാറിൽ എന്തൊക്കെ നടക്കുന്നുവോ അതെല്ലാം ലോകത്തിനു മുമ്പിൽ കാണിക്കുന്നതും കാണാം. തുടർന്ന് ഇനാസുമയുടെ സഹായത്തോടെ സ്കഫോൾഡിലേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും ഗാർപ്പ് അതിനിടയിൽ വരുന്നുണ്ട്. എന്നാൽ ഗാർപ്പാകട്ടെ സ്വന്തം കൊച്ചുമക്കൾക്ക് വേണ്ടി തോറ്റു കൊടുക്കുന്നുമുണ്ട്. എന്നാൽ സ്കഫോൾഡിലേക്ക് റീച്ച് ആയെങ്കിലും ബോവ ഹാങ്കോക്ക് നൽകിയ വിലങ്ങിന്റെ കീ കിസാരു നശിപ്പിക്കുന്നുണ്ട്. സെങ്കോക്കുവിന്റെ ഗോൾഡൻ ബുദ്ധയുമായി ഏറ്റുമുട്ടിയതോടെ മിസ്റ്റർ 3 ആയിരുന്ന ഗാൾഡിനോ ആ ഒരു ഇമ്പാക്റ്റിൽ നിന്നും എയ്സിനെ സംരക്ഷിക്കുന്നുണ്ട്. ലൂഫിയുടെ ഗിയർ 3യും ഗോൾഡൻ ബുദ്ധയുടെ വെയിറ്റും താങ്ങാനാവാതെ പ്ലാറ്റ്ഫോം തകരുന്നതിലൂടെ ആ മിഡ്
മിഡ്-എയറിൽ വെച്ച് എയ്സിന്റെ കീ മിസ്റ്റർ 3യുടെ സഹായത്തോടെ ലൂഫിക്ക് നൽകുന്നു. അതിലൂടെ എയ്സിനെ റെസ്ക്യൂ ചെയ്യുന്നുമുണ്ട്. എന്നാൽ അക്കൈനുവിന്റെ ഇടപെടലാണ് ഒരുപക്ഷെ ഇതിന് വലിയൊരു ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കിയത്. അക്കൈനുവിന് ഡ്രാഗനോടുള്ള പക ലൂഫിയോടാണ് അയാൾ തീർക്കാൻ ശ്രമിച്ചത്. ആ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് എയ്സിനെ നമുക്ക് നഷ്ടമായതും. ഈ വാറിന്റെ എൻഡിങ് തന്നെ ബ്ലാക്ക് ബേർഡിന്റെ എൻട്രിയിലൂടെയാണ്. വൈറ്റ് ബേർഡിന്റെ അവസ്ഥ അന്നേരം കൊണ്ട് ഒരുപാട് വേസ്റ്റ് ആയിരുന്നു. എങ്കിലും വൈറ്റ് ബേർഡ് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെയും നമുക്ക് നഷ്ടമായി. അങ്ങനെ ചരിത്രത്തിലാദ്യമായി 2 ഡെവിൾ ഫ്രൂട്ടിന്റെ യൂസറായി ബ്ലാക്ക് ബേർഡ് മാറപ്പെടുകയും ചെയ്തു. മറൈൻസ് ഉൾപ്പെടെ ഒരുപാട് പേരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് കോബി അക്കൈനുവിനെ തടയുന്നത്. ആ ഒരു നിമിഷത്തിൽ ഷാങ്ക്സിന്റെ വരവോടെ ആ വാറിന് തന്നെ ഒരു അവസാനം വരികയും ചെയ്തു. ഒരുപക്ഷെ വൺ പീസിന്റെ ഇനി വരാനിരിക്കുന്ന വാർ ഉൾപ്പെടെ വൺ പീസിലെ ഏത് വാറിനെ പറ്റി നോക്കിയാലും ഒരുപക്ഷെ ടോപ്പ് 1ൽ തന്നെ നിർത്താൻ സാധിക്കുന്ന ഒരു വാർ തന്നെയാവും മറൈൻ ഫോർഡ് വാറുന്നത്. എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ട്സ് എന്നും നിങ്ങൾക്ക് മറൈൻ ഫോർഡിൽ ഏറെ ഇഷ്ടപ്പെട്ട രംഗങ്ങൾ ഏതൊക്കെയൊന്നും ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.